Welcome, my dear friends. You are listening to Brilliant TV English Podcast. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദിവസവും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാൻ പോകുകയാണ്. വളരെ എളുപ്പത്തിൽ, കാര്യങ്ങൾ സിമ്പിളായിട്ട്. അതെ. പ്രത്യേകിച്ച് പോയോ, വാങ്ങിയോ, കണ്ടുമുട്ടിയോ ഇതൊക്കെ എങ്ങനെ ചോദിക്കാമെന്നും അതിന് മറുപടി പറയാമെന്നും നോക്കാം, അല്ലേ? തീർച്ചയായും. നമ്മൾ വളരെ സാവധാനത്തിലായിരിക്കും കേട്ടോ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോ വാചകവും ശ്രദ്ധിച്ചു കേൾക്കാനും വേണമെങ്കിൽ കൂടെ പറയാനും സമയം കിട്ടും. അത് നന്നായി. ഗ്രാമർ നിയമങ്ങളൊന്നും ഓർത്ത് പേടിക്കണ്ട. നമുക്ക് സംസാരിച്ച് പഠിക്കാം. കൊള്ളാം. അപ്പൊ തുടങ്ങാം. ആദ്യം നമുക്ക് നിങ്ങൾ പോയോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാമെന്നും പിന്നെ അതെ ഞാൻ പോയി എന്ന് മറുപടി പറയാമെന്നും നോക്കാം. അപ്പോ നിങ്ങൾ പോയോ ഇതെങ്ങനെയാ ചോദിക്കുക? അത് സിമ്പിളാണ്. ഡിഡ് യു ഗോ എന്ന് ചോദിക്കാം. ഡിഡ് യു ഗോ? അതെ. ഇവിടെ ഡിഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കഴിഞ്ഞോ, ചെയ്തോ, പോയോ എന്നൊക്കെ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. യു നിങ്ങൾ, ഗോ പോകുക. അപ്പോ ഡിഡ് യു ഗോ? നിങ്ങൾ പോയോ? ഓക്കെ. അപ്പൊ ഇതിന് മറുപടി അതേ ഞാൻ പോയി എന്നാണെങ്കിൽ അപ്പോൾ നമ്മൾ യെസ് ഐ വെന്റ് എന്ന് പറയും. യെസ് ഐ വെന്റ്. യെസ്. യെസ് എന്നാൽ അതെ, ഐ എന്നാൽ ഞാൻ. ഇവിടെ ശ്രദ്ധിക്കണം, ചോദ്യത്തിൽ ഗോ ആണെങ്കിലും ഉത്തരം പറയുമ്പോൾ അത് വെന്റായി. വെന്റ്. അതെന്താ അങ്ങനെ? കാരണം പോയി എന്നത് കഴിഞ്ഞ കാര്യമല്ലേ. കഴിഞ്ഞ കാര്യം സൂചിപ്പിക്കാനാണ് ഗോ എന്നതിന് പകരം വെന്റ് ഉപയോഗിക്കുന്നത്. വെന്റ് എന്നാൽ പോയി. ശരി ശരി. അപ്പൊ നമുക്ക് ആ ഉത്തരം ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. പറയാം. യെസ് ഐ വെന്റ്. യെസ് ഐ വെന്റ്. ഒന്നുകൂടി. യെസ് ഐ വെന്റ്. യെസ് ഐ വെന്റ്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ എവിടെ പോയി എന്നുകൂടി ചേർക്കണമെങ്കിലോ? ഉദാഹരണത്തിന്, നിങ്ങൾ കൊച്ചിയിൽ പോയോ? അപ്പോ ഡിഡ് യു ഗോ ടു കൊച്ചിൻ എന്ന് ചോദിക്കാം. ഡിഡ് യു ഗോ ടു കൊച്ചിൻ? അതെ. ആ സ്ഥലത്തിന് മുമ്പൊരു ടു ചേർത്താൽ മതി. ടു എന്നാൽ ലേക്ക് എന്നൊരർത്ഥം വരും. ശരി. അപ്പോ ഉത്തരം എങ്ങനെ വരും? യെസ് ഐ വെന്റ് ടു കൊച്ചിൻ. യെസ് ഐ വെന്റ് ടു കൊച്ചിൻ. അതായത് ഞാൻ കൊച്ചിയിലേക്ക് പോയി. അതെ. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ വെന്റ് ടു കൊച്ചിൻ. യെസ് ഐ വെന്റ് ടു കൊച്ചിൻ. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു കൊച്ചിൻ. യെസ് ഐ വെന്റ് ടു കൊച്ചിൻ. ഇനി ഇതുപോലെ കുറച്ച് സ്ഥലങ്ങൾ വെച്ച് നോക്കിയാലോ? നോക്കാം. നിങ്ങൾ ബാംഗ്ലൂരിൽ പോയോ? ഡിഡ് യു ഗോ ടു ബാംഗ്ലൂർ? ഉത്തരം യെസ് ഐ വെന്റ് ടു ബാംഗ്ലൂർ. കറക്റ്റ്. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ വെന്റ് ടു ബാംഗ്ലൂർ. യെസ് ഐ വെന്റ് ടു ബാംഗ്ലൂർ. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ബാംഗ്ലൂർ. യെസ് ഐ വെന്റ് ടു ബാംഗ്ലൂർ. അടുത്തത്, നിങ്ങൾ ചെന്നൈയിൽ പോയോ? ഡിഡ് യു ഗോ ടു ചെന്നൈ? ഉത്തരം യെസ് ഐ വെന്റ് ടു ചെന്നൈ. വെരി ഗുഡ്. ഒരുമിച്ച് പറയാം. യെസ് ഐ വെന്റ് ടു ചെന്നൈ. യെസ് ഐ വെന്റ് ടു ചെന്നൈ. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ചെന്നൈ. യെസ് ഐ വെന്റ് ടു ചെന്നൈ. നിങ്ങൾ ഡൽഹിയിൽ പോയോ? ഡിഡ് യു ഗോ ടു ഡൽഹി? ഉത്തരം യെസ് ഐ വെന്റ് ടു ഡൽഹി. ഒരുമിച്ച്. യെസ് ഐ വെന്റ് ടു ഡൽഹി. ഇനി കുറച്ച് സാധാരണ സ്ഥലങ്ങൾ. നിങ്ങൾ ബാങ്കിൽ പോയോ? ഡിഡ് യു ഗോ ടു ദ ബാങ്ക്? ഉത്തരം യെസ് ഐ വെന്റ് ടു ദ ബാങ്ക്. ശരിയാണ്. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ദ ബാങ്ക്. യെസ് ഐ വെന്റ് ടു ദ ബാങ്ക്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയോ? ഡിഡ് യു ഗോ ടു ദ ഹോസ്പിറ്റൽ? ഉത്തരം യെസ് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. യെസ് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയോ? ഡിഡ് യു ഗോ ടു ദ റെയിൽവേ സ്റ്റേഷൻ? യെസ് ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഗുഡ്. ഒരുമിച്ച്. യെസ് ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. യെസ് ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. യെസ് ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ മാർക്കറ്റിൽ പോയോ? ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്? യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. അതെ. ഒരുമിച്ച്. യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. നിങ്ങൾ ബീച്ചിൽ പോയോ? ഡിഡ് യു ഗോ ടു ദ ബീച്ച്? യെസ് ഐ വെന്റ് ടു ദ ബീച്ച്. ശരി. ഒരുമിച്ച്. യെസ് ഐ വെന്റ് ടു ദ ബീച്ച്. യെസ് ഐ വെന്റ് ടു ദ ബീച്ച്. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ദ ബീച്ച്. യെസ് ഐ വെന്റ് ടു ദ ബീച്ച്. ലാസ്റ്റ് ഒരെണ്ണം. നിങ്ങൾ പാർക്കിൽ പോയോ? ഡിഡ് യു ഗോ ടു ദ പാർക്ക്? ഉത്തരം യെസ് ഐ വെന്റ് ടു ദ പാർക്ക്. ഗ്രേറ്റ്. ഒരുമിച്ച്. യെസ് ഐ വെന്റ് ടു ദ പാർക്ക്. യെസ് ഐ വെന്റ് ടു ദ പാർക്ക്. ഒന്നുകൂടി. യെസ് ഐ വെന്റ് ടു ദ പാർക്ക്. യെസ് ഐ വെന്റ് ടു ദ പാർക്ക്. നന്നായിട്ടുണ്ട്. അപ്പോ ഗോ വെന്റ് വെച്ചുള്ളത് ക്ലിയറായി. അതെ. ഇനി അടുത്തതിലേക്ക് പോകാം. നിങ്ങൾ വാങ്ങിയോ എന്നെങ്ങനെ ചോദിക്കും? വാങ്ങുക എന്നതിന് ബൈ എന്നാണല്ലോ നമ്മൾ പറയുക. അതെ, ബൈ. അപ്പൊ ചോദ്യം ഡിഡ് യു ബൈ? ഡിഡ് യു ബൈ? ഉത്തരം പറയുമ്പോൾ യെസ് ഐ ബോട്ട്. ഓക്കെ. ഇവിടെയും മാറ്റം വന്നു. ബൈ എന്നത് ബോട്ടായി. അതെ. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നർത്ഥം കഴിഞ്ഞ കാര്യമല്ലേ? ശരി ശരി. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ ബോട്ട്. യെസ് ഐ ബോട്ട്. ഒന്നുകൂടി.
യെസ് ഐ ബോട്ട്. യെസ് ഐ ബോട്ട്. ഇനി എന്തെങ്കിലും സാധനം ചേർത്ത് ചോദിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ പച്ചക്കറി വാങ്ങിയോ? ഡിഡ് യു ബൈ വെജിറ്റബിൾസ്? വെജിറ്റബിൾസ് പച്ചക്കറികൾ. ഉത്തരം യെസ് ഐ ബോട്ട് വെജിറ്റബിൾസ്. അതെ, ഒരുമിച്ച് പറയാം. യെസ് ഐ ബോട്ട് വെജിറ്റബിൾസ്. യെസ് ഐ ബോട്ട് വെജിറ്റബിൾസ്. ഒന്നുകൂടി. യെസ് ഐ ബോട്ട് വെജിറ്റബിൾസ്. യെസ് ഐ ബോട്ട് വെജിറ്റബിൾസ്. നിങ്ങൾ മരുന്ന് വാങ്ങിയോ? ഡിഡ് യു ബൈ മെഡിസിൻ? മെഡിസിൻ മരുന്ന്. ഉത്തരം യെസ് ഐ ബോട്ട് മെഡിസിൻ. കറക്റ്റ്. ഒരുമിച്ച്. യെസ് ഐ ബോട്ട് മെഡിസിൻ. യെസ് ഐ ബോട്ട് മെഡിസിൻ. ഒന്നുകൂടി. യെസ് ഐ ബോട്ട് മെഡിസിൻ. യെസ് ഐ ബോട്ട് മെഡിസിൻ. നിങ്ങളൊരു ടീഷർട്ട് വാങ്ങിയോ? ഡിഡ് യു ബൈ എ ടീഷർട്ട്? എ ടീഷർട്ട്. ഒരു ടീഷർട്ട്. ഉത്തരം യെസ് ഐ ബോട്ട് എ ടീഷർട്ട്. അതെ, ഒരുമിച്ച്. യെസ് ഐ ബോട്ട് എ ടീഷർട്ട്. യെസ് ഐ ബോട്ട് എ ടീഷർട്ട്. ഒന്നുകൂടി. യെസ് ഐ ബോട്ട് എ ടീഷർട്ട്. യെസ് ഐ ബോട്ട് എ ടീഷർട്ട്. നിങ്ങൾ ഒരു കാർ വാങ്ങിയോ? ഡിഡ് യു ബൈ എ കാർ? എ കാർ. ഒരു കാർ. ഉത്തരം യെസ് ഐ ബോട്ട് എ കാർ. ശരിയാണ്. ഒരുമിച്ച്. യെസ് ഐ ബോട്ട് എ കാർ. യെസ് ഐ ബോട്ട് എ കാർ. ഒന്നുകൂടി. യെസ് ഐ ബോട്ട് എ കാർ. യെസ് ഐ ബോട്ട് എ കാർ. നിങ്ങൾ ചോക്ലേറ്റ്സ് വാങ്ങിയോ? ഡിഡ് യു ബൈ ചോക്ലേറ്റ്സ്? ചോക്ലേറ്റ്സ്. ചോക്ലേറ്റുകൾ. ചോക്ലേറ്റുകൾ. ഉത്തരം യെസ് ഐ ബോട്ട് ചോക്ലേറ്റ്സ്. എക്സാക്ട്ലി. ഒരുമിച്ച്. യെസ് ഐ ബോട്ട് ചോക്ലേറ്റ്സ്. യെസ് ഐ ബോട്ട് ചോക്ലേറ്റ്സ്. ഒന്നുകൂടി. യെസ് ഐ ബോട്ട് ചോക്ലേറ്റ്സ്. യെസ് ഐ ബോട്ട് ചോക്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ വാങ്ങിയോ എന്നുള്ളതും ക്ലിയർ. ഇനി അടുത്തത്, നിങ്ങൾ കണ്ടുമുട്ടിയോ മീറ്റ് ഉപയോഗിച്ചിട്ട്? അതെ, മീറ്റ് എന്നാൽ കണ്ടുമുട്ടുക. അപ്പോൾ ചോദ്യം ഡിഡ് യു മീറ്റ്? ഡിഡ് യു മീറ്റ്? ഉത്തരം പറയുമ്പോൾ മീറ്റ് എന്നതിനു പകരം മെറ്റ് എന്ന് വരും. MET. മെറ്റ്. മെറ്റ് കണ്ടുമുട്ടി. അതെ. യെസ് ഐ മെറ്റ്. യെസ് ഐ മെറ്റ്. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ മെറ്റ്. യെസ് ഐ മെറ്റ്. ഒന്നുകൂടി. യെസ് ഐ മെറ്റ്. യെസ് ഐ മെറ്റ്. ഇനി ആരെ കണ്ടുമുട്ടിയെന്ന് ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കണ്ടുമുട്ടിയോ? ഡിഡ് യു മീറ്റ് യുവർ ഫ്രണ്ട്? യുവർ ഫ്രണ്ട്. നിങ്ങളുടെ കൂട്ടുകാരൻ. ഉത്തരം യെസ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. മൈ ഫ്രണ്ട് എന്റെ കൂട്ടുകാരൻ. അതെ, ഒരുമിച്ച് പറയാം. യെസ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. യെസ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഒന്നുകൂടി. യെസ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. യെസ് ഐ മെറ്റ് മൈ ഫ്രണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ കണ്ടുമുട്ടിയോ? ഡിഡ് യു മീറ്റ് യുവർ ടീച്ചർ? യുവർ ടീച്ചർ നിങ്ങളുടെ ടീച്ചർ. ഉത്തരം യെസ് ഐ മെറ്റ് മൈ ടീച്ചർ. മൈ ടീച്ചർ എന്റെ ടീച്ചർ. കറക്റ്റ്. ഒരുമിച്ച്. യെസ് ഐ മെറ്റ് മൈ ടീച്ചർ. യെസ് ഐ മെറ്റ് മൈ ടീച്ചർ. ഒന്നുകൂടി. യെസ് ഐ മെറ്റ് മൈ ടീച്ചർ. യെസ് ഐ മെറ്റ് മൈ ടീച്ചർ. നിങ്ങൾ നിങ്ങളുടെ അങ്കിളിനെ കണ്ടുമുട്ടിയോ? ഡിഡ് യു മീറ്റ് യുവർ അങ്കിൾ? യുവർ അങ്കിൾ നിങ്ങളുടെ അങ്കിൾ. ഉത്തരം യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. മൈ അങ്കിൾ എന്റെ അങ്കിൾ. ശരി. ഒരുമിച്ച്. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. ഒന്നുകൂടി. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. നിങ്ങൾ നിങ്ങളുടെ കസിനെ കണ്ടുമുട്ടിയോ? ഡിഡ് യു മീറ്റ് യുവർ കസിൻ? യുവർ കസിൻ നിങ്ങളുടെ കസിൻ. ഉത്തരം യെസ് ഐ മെറ്റ് മൈ കസിൻ. മൈ കസിൻ എന്റെ കസിൻ. അതെ, ഒരുമിച്ച്. യെസ് ഐ മെറ്റ് മൈ കസിൻ. യെസ് ഐ മെറ്റ് മൈ കസിൻ. ഒന്നുകൂടി. യെസ് ഐ മെറ്റ് മൈ കസിൻ. യെസ് ഐ മെറ്റ് മൈ കസിൻ. ഈ മീറ്റ് എന്നത് അപകടത്തിൽപ്പെടുന്നതിനെക്കുറിച്ച് ചോദിക്കാനും ഉപയോഗിക്കാറുണ്ടല്ലോ. നിങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ടോ? ഉണ്ട്. അങ്ങനെയും ചോദിക്കാം. ഡിഡ് യു മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്? ഡിഡ് യു മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്? ആക്സിഡന്റ് അപകടം. അതെ. ഉത്തരം യെസ് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. യെസ് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. യെസ് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ഒന്നുകൂടി. യെസ് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. യെസ് ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. അപ്പോ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു അപകടത്തിൽ പെട്ടോ എന്ന് ചോദിക്കണമെങ്കിലോ? അപ്പോ യു മാറ്റി യോർ ഫ്രണ്ട് ചേർത്താൽ മതി. ഡിഡ് യോർ ഫ്രണ്ട് മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്? ഡിഡ് യുവർ ഫ്രണ്ട് മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്? ഉത്തരം പറയുമ്പോൾ യെസ് മൈ ഫ്രണ്ട് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. യെസ് മൈ ഫ്രണ്ട് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. അതെ, ഒരുമിച്ച്. യെസ് മൈ ഫ്രണ്ട് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. യെസ് മൈ ഫ്രണ്ട് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ഒന്നുകൂടി. യെസ് മൈ ഫ്രണ്ട് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. യെസ് മൈ ഫ്രണ്ട് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ശരി. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാം. വീഴുന്നതിനെക്കുറിച്ച്. നിങ്ങൾ വഴുതി വീണോ? അതിന് ഡിഡ് യു സ്ലിപ്പ് ആൻഡ് ഫോൾ എന്ന് ചോദിക്കാം. ഡിഡ് യു സ്ലിപ്പ് ആൻഡ് ഫോൾ? സ്ലിപ്പ് എന്ന് വെച്ചാൽ വഴുതുക.
fall എന്ന് വെച്ചാൽ വീഴുക. ഓക്കെ. ഉത്തരം പറയുമ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ കാര്യമായതുകൊണ്ട് സ്ലിപ്പ് എന്നുള്ളത് സ്ലിപ്ഡ് ആവും, fall എന്നുള്ളത് fell ആവും. അപ്പോ സ്ലിപ്ഡ് ഫെൽ, വഴുതി വീണു. അതെ. ഉത്തരം യെസ്, ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ. Yes, I slipped and fell. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ്, ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ. Yes, I slipped and fell. ഒന്നുകൂടി. യെസ്, ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ. Yes, I slipped and fell. ഇനി എവിടെ വഴുതി വീണു എന്ന് ചേർക്കാം. നിങ്ങൾ അവിടെ വഴുതി വീണോ? ഡിഡ് യു സ്ലിപ്പ് ആൻഡ് ഫോൾ there? There, അവിടെ. ഉത്തരം Yes, I slipped and fell there. അതെ. ഒരുമിച്ച്. യെസ്, ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ there. Yes, I slipped and fell there. ഒന്നുകൂടി. യെസ്, ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ there. Yes, I slipped and fell there. നിങ്ങൾ ബാത്റൂമിൽ വഴുതി വീണോ? Did you slip and fall in the bathroom? In the bathroom, bathroomil. ഉത്തരം Yes, I slipped and fell in the bathroom. Correct. ഒരുമിച്ച്. Yes, I slipped and fell in the bathroom. Yes, I slipped and fell in the bathroom. ഒന്നുകൂടി. Yes, I slipped and fell in the bathroom. Yes, I slipped and fell in the bathroom. നിങ്ങൾ നിലത്തു വഴുതി വീണോ? Did you slip and fall on the ground? On the ground, നിലത്ത്. ഉത്തരം Yes, I slipped and fell on the ground. ശരി. ഒരുമിച്ച്. Yes, I slipped and fell on the ground. Yes, I slipped and fell on the ground. ഒന്നുകൂടി. Yes, I slipped and fell on the ground. Yes, I slipped and fell on the ground. നിങ്ങൾ പാർക്കിൽ വഴുതി വീണം. Did you slip and fall in the park? In the park, പാർക്കിൽ. ഉത്തരം Yes, I slipped and fell in the park. അതെ. ഒരുമിച്ച്. Yes, I slipped and fell in the park. ഒന്നൂടി. Yes, I slipped and fell in the park. കൊള്ളാം. ഇനി വീഴ്ചയൊക്കെ കഴിയുമ്പോൾ പരിക്കു പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾക്ക് പരിക്കു പറ്റിയോ എന്നെങ്ങനെ ചോദിക്കും? അതിന് Did you get injured എന്ന് ചോദിക്കാം. Did you get injured? Get injured എന്ന് പറഞ്ഞാൽ പരിക്കു പറ്റുക. ഉത്തരം പറയുമ്പോൾ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് get എന്നുള്ളത് got ആവും. Got injured, പരിക്കു പറ്റി. Okay, got injured. അപ്പോ ഉത്തരം Yes, I got injured. Yes, I got injured. നമുക്ക് ഒരുമിച്ച് പറയാം. Yes, I got injured. Yes, I got injured. ഒന്നുകൂടി. Yes, I got injured. Yes, I got injured. ഇനി എവിടെ പരിക്ക് പറ്റിയെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ചെറിയ പരിക്ക് പറ്റിയോ? ചെറിയ പരിക്ക്. അതിന് മൈനർ ഇഞ്ചുറി എന്ന് പറയാം. മൈനർ, ചെറിയ. അപ്പൊ ചോദ്യം Did you get a minor injury? Did you get a minor injury? ഉത്തരം Yes, I got a minor injury. അതെ. ഒരുമിച്ച്. Yes, I got a minor injury. Yes, I got a minor injury. ഒന്നുകൂടി. Yes, I got a minor injury. Yes, I got a minor injury. നിങ്ങൾക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയോ? Did you get injured on your head? On your head. നിങ്ങളുടെ തലയിൽ. ഉത്തരം Yes, I got injured on my head. ശരിയാണ്. ഒരുമിച്ച്. Yes, I got injured on my head. Yes, I got injured on my head. ഒന്നുകൂടി. Yes, I got injured on my head. Yes, I got injured on my head. നിങ്ങൾക്ക് കാലിന് പരിക്ക് പറ്റിയോ? Did you get injured on your leg? On your leg. നിങ്ങളുടെ കാലില്. ഉത്തരം Yes, I got injured on my leg. അതെ. ഒരുമിച്ച്. Yes, I got injured on my leg. Yes, I got injured on my leg. ഒന്നുകൂടി. Yes, I got injured on my leg. Yes, I got injured on my leg. ഇനി രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് തലയ്ക്ക് ചെറിയ പരിക്ക് പറ്റിയോ? Did you get a minor injury on your head? ഉത്തരം Yes, I got a minor injury on my head. Exactly. ഒരുമിച്ച്. Yes, I got a minor injury on your head. Yes, I got a minor injury on my head. ഒന്നുകൂടി. Yes, I got a minor injury on your head. Yes, I got a minor injury on my head. ഓക്കെ. ഇനി അവസാനമായിട്ട് ഒരെണ്ണം കൂടി. ചതഞ്ഞോ എന്ന് ചോദിക്കുന്നത്. അതിന് ബ്രൂസ് എന്ന വാക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അതെ, ബ്രൂസ് എന്ന വാക്ക് ബ്രൂസ് എന്നാൽ ചതവ് അല്ലെങ്കിൽ ചതയുക. അപ്പോ നിങ്ങളുടെ വിരൽ ചതഞ്ഞോ എന്നെങ്ങനെ ചോദിക്കും? Did you bruise your finger? ഫിംഗർ വിരൽ. ഉത്തരം പറയുമ്പോഴോ? ബ്രൂസ് എന്നുള്ളത് ബ്രൂസ്ഡ് ആവും. ചതഞ്ഞു എന്നർത്ഥം. Yes, I bruised my finger. Yes, I bruised my finger. നമുക്ക് ഒരുമിച്ച് പറയാം. Yes, I bruised my finger. Yes, I bruised my finger. ഒന്നുകൂടി. Yes, I bruised my finger. Yes, I bruised my finger. നിങ്ങളുടെ കാൽ ചതഞ്ഞോ? Did you bruise your leg? ലെഗ് കാൽ. ഉത്തരം Yes, I bruised my leg. അതെ, ഒരുമിച്ച്. Yes, I bruised my leg. Yes, I bruised my leg. ഒന്നുകൂടി. Yes, I bruised my leg. Yes, I bruised my leg.
നിങ്ങളുടെ കൈ ചതഞ്ഞോ? Did you bruise your arm? ആം കൈ, കൈത്തണ്ട് മുതൽ മുകളിലോട്ട്. ഉത്തരം Yes, I bruised my arm. ശരിയാണ്. ഒരുമിച്ച്. യെസ് ഐ ബ്രൂസ്ഡ് മൈ ആം. Yes, I bruised my arm. ഒന്നുകൂടി. യെസ് ഐ ബ്രൂസ്ഡ് മൈ ആം. Yes, I bruised my arm. നിങ്ങളുടെ കാൽമുട്ട് ചതഞ്ഞോ? ഡിഡ് യു ബ്രൂസ് യുവർ നീ? നീ കാൽമുട്ട്. ഉത്തരം യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. Perfect. ഒരുമിച്ച് യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. Yes, I bruised my knee. ഒന്നുകൂടി. യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. Yes, I bruised my knee. വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതെ, നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസുകൾ കൂടുതലായി ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 9995558247 ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതെ, നമ്പർ ഒന്നുകൂടി പറയാം. 9995558247. മെസ്സേജ് അയച്ചാൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാം. ശരി, അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് നോക്കിയാലോ? ഒരു ചെറിയ പ്രാക്ടീസ്. നോക്കാം. ഞങ്ങൾ മലയാളത്തിൽ ചോദിക്കാം, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം. കേട്ടോ? റെഡി. ഒന്നാമത്തേത്, അതെ, ഞാൻ മാർക്കറ്റിൽ പോയി. ഉത്തരം യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഐ വെന്റ് ടു ദ മാർക്കറ്റ്. യെസ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. അടുത്തത്, അതെ, ഞാൻ മരുന്ന് വാങ്ങി. ഉത്തരം യെസ് ഐ ബോട്ട് മെഡിസിൻ. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ ബോട്ട് മെഡിസിൻ. യെസ് ഐ ബോട്ട് മെഡിസിൻ. ഒരു തവണ കൂടി. യെസ് ഐ ബോട്ട് മെഡിസിൻ. യെസ് ഐ ബോട്ട് മെഡിസിൻ. അടുത്തത്, ഞാൻ എന്റെ അങ്കിളിനെ കണ്ടു. ഉത്തരം യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. ഒരു തവണ കൂടി. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. യെസ് ഐ മെറ്റ് മൈ അങ്കിൾ. അതെ, ഞാൻ ബാത്റൂമിൽ വഴുതി വീണു. ഉത്തരം യെസ് ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ദ ബാത്റൂം. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ദ ബാത്റൂം. യെസ് ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ദ ബാത്റൂം. അവസാനത്തേത്, അതെ, എന്റെ കാൽമുട്ട് ചതഞ്ഞു. യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. നമുക്ക് ഒരുമിച്ച് പറയാം. യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. ഒരു തവണ കൂടി. യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. യെസ് ഐ ബ്രൂസ്ഡ് മൈ നീ. വളരെ നന്നായി. എല്ലാവരും കൂടെ പറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ. ഇതുപോലുള്ള ക്ലാസുകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കോൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതെ. അതോടൊപ്പം ഇന്ന് പഠിച്ച വാചകങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നത് താഴെ കമന്റായിട്ട് ഒന്ന് എഴുതാനും മറക്കരുത്. അതൊരു നല്ല പ്രാക്ടീസ് ആവുമല്ലേ? തീർച്ചയായും. So my dear friends, every mistake is a step toward mastery. Keep going, your breakthrough is on the way. We are from Brilliant TV. See you soon. Stay bold. Keep chasing your goals.